ഇന്ന് നമ്മുടെ ഇന്ത്യൻ ബിഗ് 3Dയിലേക്ക് സാഹൂർ വന്നിരിക്കുകയാണ്. സാഹൂറിനെ കൊല്ലാനായി ഫ്രാങ്ക്ലിൻ അവഞ്ചേഴ്സ് ടീമിനെ വിളിച്ചു കൊടുത്തിരിക്കുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ടു ടട്ടംബീസ് ഗെയിമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യൻ ബിഗ് 3Dയിലേക്ക് സാഹൂർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സാഹൂറിനെ കൊല്ലണം. അതിനാണ് നമ്മൾ അവഞ്ചേഴ്സ് ടീമിനെ വിളിക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ സ്വന്തം ഫ്രണ്ട് നമ്മളോട് വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ അവഞ്ചേഴ്സ് ടീമത്തെ തോറിൻ്റെ അടുത്തേക്കാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ തോറിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് തോറിൻ്റെ ബാക്കിൽ സാഹൂറിനെ കണ്ടത്. എടാ തോറെ, എൻ്റെ ബാക്കിൽ സാഹൂർ, ഓനെ എനിക്കെന്താ കൊല്ലണ്ടേ? ആടെ ഫ്രാങ്ക്ലിനെ ഇക്കോനെ കൊല്ലണം. അതിനായി ഇച്ചിക്കൊരു സഹായം ചെയ്യണം. ഇത് ബാക്കിയുള്ള എല്ലാ അവഞ്ചേഴ്സിനെയും പോയി വിളിക്കണം. അയ്യോ എന്റെ പറം, അയ്യോ എന്നെ രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും. അങ്ങനെ ഗൈസ് നമ്മളെ തോറ് നമ്മളോട് ബാക്കിയുള്ള അവഞ്ചേഴ്സിനെ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള എല്ലാ അവഞ്ചേഴ്സിനെയും പോയി വിളിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ആദ്യം പോകുന്നത് നമ്മളെ അയൺമാൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മളെ അയൺമാൻ്റെ വീട്. നല്ല രസമുള്ള വീടൊക്കെ ആണ്. ഒരു ഓട്ടോമാറ്റിക് തുറക്കണ ഇതൊക്കെ ഉണ്ട്, ഗേറ്റ്. അപ്പോൾ ഇവിടെ ആരും കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ അയൺമാൻ്റെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവണ്ടല്ലോ. ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ അയൺമാനൊന്നും ഇവിടെ ഇല്ലതുകൊണ്ട് പിന്നെ സെക്യൂരിറ്റികൾക്കൊക്കെ ലീവ്. നമുക്ക് മെസ്സേജ് ചെയ്തൊക്കെ അയൺമാന്. അങ്ങനെ നമുക്ക് അയൺമാൻ ഒരു വീഡിയോ ഇട്ടെന്ന് കാണും ഗൈസ്. ഇതാണ് നമ്മളെ അയൺമാൻ. ഇപ്പോൾ എവിടെ ഉള്ളത്? എന്താ വെച്ചാൽ ടവറിൻ്റെ മേലെയല്ലോ. നമ്മളിതിന് അങ്ങോട്ട് പോകണോ? നമുക്ക് എന്തായാലും പോവാം ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മുടെ അയൺമാൻ ഏതാ വെച്ചാൽ ഒരു ടവറിൻ്റെ മേലെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ടവർ പറയണത് ഞാൻ മറ്റേ ഇവിടെയാണ്, പണിസ്ഥലല്ലേ, ആ പണിസ്ഥലത്തിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മുടെ അയൺമാൻ്റെ അടുത്തേക്ക് പോവാം ഗൈസ്. എടാ അയൺമാനെ, എന്നോട് തോറാണ് എന്നെ വിളിക്കാൻ പറഞ്ഞു. ഓട് ഫ്രാങ്ക്ലിനെ, ഇത് പറഞ്ഞാലും നന്നായി. അപ്പോൾ ഇതില്ലേ ഇനി നമ്മളെ ഡോക്ടർ സ്ട്രേഞ്ചില്ലേ, ഓനെ പോയി വിളിക്കണം. അത് കണ്ടിട്ട് ഓനെ അല്ല പറഞ്ഞുതരും. ഓലൊക്കെ ചെയ്ത് പോയി വിളിക്കണം കേട്ടോ. ഓക്കെ അയൺമാനെ, ഞാൻ എന്നാ അങ്ങനെ ചെയ്തോണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്തേക്ക് പോകണം അല്ല അയൺമാന്? ഓ ഇത് പറയണൊക്കെ ശരിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അയൺമാനെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്തേക്ക് ഒന്ന് മെസ്സേജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഡോക്ടർ സ്ട്രേഞ്ച് വിട്ട ഒരു വീഡിയോ ആണ്. ഡോക്ടർ സ്ട്രേഞ്ച് ഉള്ളത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ വീട്ടിലാണ്. ഡോക്ടർ സ്ട്രേഞ്ച് നമ്മളെ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്തു. ഇനി നമുക്ക് നേരെ നമ്മൾ സ്വന്തം ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്തേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ നമ്മളെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ വീട്ടിൽ എത്തിക്കണു. അപ്പോൾ നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് ഉള്ളിലാണ് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഡോക്ടർ സ്ട്രേഞ്ച്, ഇതറിയില്ല നമ്മളെ നാട്ടിലേക്ക് സാഹൂർ വന്നത്? എന്നോട് അയൺമാനാണ് എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞത്. ഇതറിഞ്ഞോ? ഞാൻ അറിഞ്ഞു. എന്നോട് അയൺമാനാണ് വരുന്നുണ്ട് പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്ന് ക്യാപ്റ്റൻ അമേരിക്കൻ്റെ അടുത്തേക്കും ഹൾക്കിൻ്റെ അടുത്തേക്കും പോകണം. അപ്പോൾ അതിനായി ഓല എവിടെയാണ് ലൊക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഓൾക്ക് മെസ്സേജ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി ഓൾക്ക് ഒന്ന് മെസ്സേജ് ചെയ്യട്ടെ. ഇവിടുത്തെ ഒരു തേനീച്ച, അതിന് മേത്ത് കേട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പോവാം. നമുക്ക് ലൊക്കേഷൻ കിട്ടി. ഓലിത് ഒരു 2-3 ബിൽഡിങ്ങിൻ്റെ നടുവിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഓരോടത്തേക്ക് പോകാം ഗൈസ്.
അപ്പോൾ നമുക്ക് ആ പറഞ്ഞ തേനീച്ചൻ്റെ മേത്ത് പോവാം. അതിൻ്റെ മേത്ത് പോകാൻ വലിയ സുഖം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ മേത്ത് കൂടെ പോവാം ഗായ്സ്. നല്ല അടിപൊളി തേനീച്ചയാണ്, സെറ്റാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ അവഞ്ചേഴ്സ് ടീമിനെ വിളിക്കാനായി പോവുകയാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ അങ്ങനെ ഇവിടെ എത്തി. ഇനി നമുക്ക് ഓരോരുത്തർക്ക് പോയി പറയാം ഗായ്സ്. അപ്പോൾ ഓരോ ഇതാ ഈ 2-3 ബിൽഡിങ്ങിൻ്റെ ഇവിടെയാണ്. അവിടെ ഇങ്ങനെ നമ്മളെ ഡോക്ടർ സ്ട്രേഞ്ചാണ് നിങ്ങളോട് പറയാൻ പറഞ്ഞു. അവിടെ ഞങ്ങളോട് ഡോക്ടർ സ്ട്രേഞ്ച് നേരത്തെ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോൾ ആ തുൻതുൻതുൻസാവർ നമ്മളെ നാട് മൊത്തമായിട്ടും നശിപ്പിക്കുകയാണ്. നിങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ തുൻതുൻസാവറിനെ കൊല്ലാം. ഓക്കെ, നിങ്ങൾ ഉണ്ടാവൂലേ? ഓടോ ഞങ്ങളൊക്കെ ഉണ്ടേ, ഇത് പേടിക്കൊന്നും വേണ്ടട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് ഇനി അടുത്തത് ആരെ വിളിക്കണ്ടേ? ഇനി ആരുമില്ലേ? ഇനി സ്പൈഡർമാൻ ഉണ്ടല്ലേ? ഓനെ അടുത്തത് നമ്മൾ സ്പൈഡർമാനെ വിളിക്കണം അല്ലേ? ഓടോ ഇനി സ്പൈഡർമാനും കൂടി ഉണ്ട്. ഓനുണ്ടെങ്കിൽ നമുക്ക് ഇനി പിന്നെ സെറ്റാക്കായി. ഓക്കെ. അപ്പോൾ ഞാൻ ഇനി ഓലൊന്ന് പോയിട്ട് വിളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ സ്വന്തം സ്പൈഡർമാനെ കൂടി വിളിക്കാൻ പോവാണ്. ഓനാണ് ലാസ്റ്റ് പേഴ്സൺ. അപ്പോൾ നമുക്ക് ഇത് നേരെ സ്പൈഡർമാൻക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്പൈഡർമാൻ്റെ ലൊക്കേഷൻ കിട്ടിക്കണു. ഓനിത് ഈ പെട്രോൾ പമ്പിൻ്റെ ഇവിടെ ഉണ്ട്. ഇതെന്താ ഓൻ ഇവിടെ നിൽക്കണ് അറിയില്ല. നമുക്കെന്നാൽ ഇനി ഓൻ്റെ അടുത്ത് കൂടിയും പോവാം. ഓനവിടെ ചില വിളിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ പോയാൽ നോക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി നമ്മളെ ഈ വണ്ടി എടുത്തിട്ട് പോവാണ്. ഇത് ട്രാക്ടറാ തോന്നുന്നുണ്ട്, നല്ലൊരു രസമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ വണ്ടി എടുത്ത് നമ്മളെ സ്പൈഡർമാനെ അടുത്തേക്ക് പോവാം ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ അങ്ങനെ നമ്മളെ സ്പൈഡർമാൻ്റെ അടുത്തേക്ക് എത്തിക്കണു. ഇതാ അവിടെയാണ് നമ്മൾ സ്പൈഡർമാൻ നിൽക്കണുണ്ട്. ആടെ സ്പൈഡർമാനെ ഇങ്ങനെ തുൻതുൻസാവറുണ്ട്. ഇജ് ഓനെ കൊല്ലൂലേ? ഇജുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കണേ. ഇജില്ലേ? ആടെ ഇജന്നെ മെയിന്. അപ്പോൾ ഇത് വരണം കേട്ടോ, എന്തായാലും വരണം. അല്ലെങ്കിൽ ആ തുൻതുൻസാവർ നമ്മളെ ഈ ഗ്രാമം മൊത്തമായിട്ട് നശിപ്പിക്കും. എടോ തുൻതുൻസാവറേ, ഞാനാണ് ക്യാപ്റ്റൻ അമേരിക്ക. ഞാനാണ് നിന്നെ ആദ്യമായി അടിക്കാൻ പോകുന്നത്. നിന്നെ ഞാൻ ഇന്നാടാ ഞാൻ വരുന്നു. ഇന്നാ പിടിച്ചോ. അയ്യോ എന്നെ രക്ഷിക്കണേ. എടാ തുൻതുൻസാവറേ, നീ ക്യാപ്റ്റൻ അമേരിക്കൻ അടിച്ചു, പക്ഷെ എന്നെ അടിക്കൂല. ഞാനാണ് അടുത്തതായി വരാൻ പോകുന്നത്. ഇന്നാ ഞാൻ പറഞ്ഞിട്ടൊക്കെയാണ് വരിക. അന്ന് ഞാൻ അടിച്ചു കൊല്ലും. ഇന്നാ ഞാൻ വരികയാണ്. ഇന്നെടുക്കല്ലട്ടോ. എന്നാ പിടിച്ചോ. ഞാൻ നിന്നെ അടിക്കും എന്റെ മാജിക് കൊണ്ട്. അയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യില്ലട്ടോ.